2024 ജൂലൈ മാസത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭീതി ഇനിയും മാറാത്തവരാണ് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടുകാർ. ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രത്തിൽ അപകടകരമായി തുടരുന്ന കൂറ്റൻ പാറക്കൂട്ടങ്ങളാണ് വീണ്ടും ഭീതി സൃഷ്ടിക്കുന്നത്. 9 തവണ ഉരുൾപൊട്ടിയ വിലങ്ങാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് NIT വിദഗ്ധ സംഘത്തിന്റെ പഠന റിപ്പോർട്ട് പുറത്തുവിടാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. മഴക്കാലം വരുമ്പോഴേ ഇവിടെയുള്ള ആൾക്കാർ വെള്ളരിപ്പൊക്കെ കേൾക്കുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ തീയായിട്ട് കിടന്നാൽ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എപ്പോഴാണ് എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റിയല്ലോ. ഉരുള് വരുമെന്നുള്ള പേടിയിലില്ല കിടന്നുറങ്ങുന്നത്. അപ്പം ഈ വെള്ളത്തിൻ്റെ ഇരപ്പും മലയുടെ നിപ്പും ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ മനുഷ്യന് ഉറങ്ങാൻ പറ്റും. മരത്തിൻ്റെ ഉള്ളിൽ തീർത്ത് തീയാ. ഇത് ഒരാളുടെ മാത്രം ആശങ്കയല്ല. അടുത്ത മഴക്കാലം എങ്ങനെ തള്ളി നീക്കുമെന്ന് ഓരോ വിലങ്ങാടുകാരും ചോദിക്കുന്നു. 2024 ജൂലൈ 29 അർദ്ധരാത്രിയിൽ വയനാട് ചൂരൽമലയിലേതിന് സമാനമായി കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടി. നിരവധി വീടുകളും റോഡുകളും പാലങ്ങളുമാണ് ഉരുളെടുത്തത്. രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ റിട്ടയേർഡ് അധ്യാപകൻ മാത്യുവിന്റെ ജീവനും അന്ന് നഷ്ടമായി. കഴിഞ്ഞ വർഷം മാത്രം വിലങ്ങാട് മേഖലയിൽ 9 തവണയാണ് ഉരുൾപൊട്ടിയത്. അപകടം നടന്ന 9 മാസങ്ങൾക്കിപ്പുറവും വിലങ്ങാട്ട് ജനതയ്ക്ക് ഉരുൾപൊട്ടൽ ഭീതി ഒഴിയുന്നില്ല. താമസിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. കാരണം 2 സൈഡിൽ ഉള്ളു പോയി, കുടിവെള്ളമില്ല. അവിടെ ഒരു വീടുണ്ടെന്ന് മാത്രം. അത് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. വാടക ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കുറച്ച്, എന്നാലും അതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. വാടക തരുന്നുണ്ട്, അതുകൊണ്ട് മാത്രം ആവുന്നില്ല കാര്യങ്ങൾ. ഈ വാടക 6000 രൂപ കിട്ടിയുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇങ്ങോട്ട് വന്ന് കിടക്കുന്നു, ഇവിടെ വന്ന് താമസിക്കുന്നത് മാത്രം. മഴക്കാലമാകുമ്പോൾ വീണ്ടും ഇവിടുന്ന് പോകണം. പിന്നെ രാത്രി മഴ പെയ്യുമ്പോഴത്തേനും എല്ലാവർക്കും പേടിയാ. ഇന്നലെ മിനിഞ്ഞാന്നെല്ലാം കാറ്റ്, ഭയങ്കരം കാറ്റായിരുന്നു. അതെല്ലാം കൂടെ ഞങ്ങൾ പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു. വീട് കേടുപാട് പറ്റിയില്ല. 2 സൈഡിൽ ഇങ്ങനെ ഉരുൾ വന്ന് പോയി. അങ്ങനെ നമ്മൾ താമസിക്കാൻ പറ്റുമല്ല. പിന്നെ മഴക്കാലം ആകുമ്പോൾ നമ്മളെവിടെയെങ്കിലും വാടകയ്ക്ക് പോകണം. ഇതുവരെ സർക്കാരിൻ്റെ ലിസ്റ്റിലോ അങ്ങനെയൊന്നും ഒരു പേര് നമ്മുടെ വന്നിട്ടില്ല. പിന്നെ മഴയാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വാടക വീട് പിടിച്ച് നമുക്ക് പേടിയുണ്ട്. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മാറി താമസിക്കുക. ഉരുൾപൊട്ടൽ ബാക്കിയാക്കിയ കൂറ്റൻ പാറകളാണ് ഇന്ന് വിലങ്ങാടിന് ഭീഷണി. പല സ്ഥലങ്ങളിലും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അടിയുറപ്പില്ലാത്ത കൂറ്റൻ പാറകളിലും വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു. ചെറിയ മഴ പെയ്താൽ പോലും ഉറവകളുണ്ടായി മണ്ണൊലിപ്പ് ആരംഭിക്കും. മഴ പെയ്താൽ സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദുരന്തബാധിതരിൽ ചിലർ വാടക വീടുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. മറ്റു ചിലർ അപകട ഭീഷണിയുണ്ടെങ്കിലും മറ്റു മാർഗങ്ങളില്ലാതെ അതേ വീടുകളിൽ തന്നെ കഴിയുന്നു. മേഖലയിൽ ശാസ്ത്രീയ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ വകുപ്പ് 4 സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. പരിശോധനയിൽ 487 കെട്ടിടങ്ങളിൽ 18 എണ്ണം പൂർണ്ണമായും തകർന്നവയാണെന്നും 26 വീടുകൾ വാസയോഗ്യമല്ലാത്തതെന്നും 367 വീടുകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കണമെന്നുമാണ് സംഘം കളക്ടർക്ക് നൽകിയ ആദ്യ റിപ്പോർട്ട്. എന്നാൽ റിപ്പോർട്ടിന്റെ പൂർണ്ണഭാഗം ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ചിട്ടും പുറത്തുവിടാത്തത് ആശങ്ക ജനിപ്പിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ മാസം 4-ാം തീയതി കോഴിക്കോട് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെ നിന്നൊരു തീരുമാനമെടുത്തു. വാണിമേൽ പഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് അനുമതി ഉണ്ടാവില്ല ഇനി എന്ന്. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഒരു ഉത്തരവ് വാണിമേൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വിലങ്ങാട് വില്ലേജ് ഓഫീസിലോ ഇതുവരെ ലഭിച്ചിട്ടില്ല. രേഖാമൂലം ഉത്തരവ് കൊടുക്കാൻ കളക്ടർ തയ്യാറാകുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് NIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ പറയുന്നതെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തുവിടണം. ഈ 3 വാർഡുകളിലായി ഏകദേശം 1200ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇത്രയും കുടുംബങ്ങളെ അത് ബാധിക്കും എന്നാണ് ഞങ്ങളുടെ ആശങ്ക. പക്ഷേ ഈ 3 വാർഡുകളിൽ നിർമ്മാണങ്ങൾ നിർത്തിവെച്ചതുകൊണ്ട് പുതിയതായിട്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ സംഘടനകൾ സ്ഥലം കൊടുത്ത് വീട് വെക്കുന്നുണ്ട്. അതുപോലെ സ്വന്തം നിലയ്ക്ക് വീട് വെക്കുന്നവരുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നിന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നീക്കിയിട്ടില്ലെങ്കിൽ
ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ഒന്നും കൂടി ദുസ്സഹമാവുകയുള്ളൂ. ദുരന്തമേഖല സന്ദർശിക്കാൻ മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ പ്രതിനിധികൾ എത്തിയത് പ്രതീക്ഷ നൽകിയിരുന്നുവെങ്കിലും 9 മാസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാരിന്റെ സാമ്പത്തിക സഹായമോ പുനരധിവാസമോ വിലങ്ങാടേക്ക് എത്തിയിട്ടില്ല. 2024 ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടിന്റെ ഉത്ഭവ സ്ഥാനമാണിത്. അടിയുറപ്പില്ലാത്ത കൂറ്റൻ പാറക്കെട്ടുകൾക്കു താഴെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. ഇവരുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടേ സാധിക്കൂ. വിലങ്ങാട് നിന്നും ക്യാമറാമാൻ ഷാഫിയോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം.